നമസ്തേ. പാകിസ്ഥാൻ മുങ്ങും. ചെനാബിന് കുറുകെയുള്ള സലാൽ ഡാം തുറന്ന് ഭാരതം. കനത്ത മഴയും നീരൊഴുക്കിനെയും തുടർന്ന് ജമ്മു കാശ്മീരിലെ റിയാസിയിലുള്ള സലാൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഭാരതം തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായാണ് ചെനാബ് നദിയിലേക്ക് അധിക ജലം ഒഴുക്കിവിട്ടത്. ഡാം തുറന്നതോടെ അതിർത്തിക്കപ്പുറം പാകിസ്ഥാനിൽ വലിയ തോതിലുള്ള പ്രളയ സാധ്യതയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു ശേഷമുള്ള ഭാരതത്തിന്റെ ഈ സ്വതന്ത്ര നീക്കം പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന സലാൽ ഡാം ഇന്ത്യയുടെ ജലവൈദ്യുത മേഖലയിലെ പ്രധാന പദ്ധതികളിലൊന്നാണ്. റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സലാൽ ജലവൈദ്യുത പദ്ധതി വൈദ്യുതി ഉൽപാദനത്തിനൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ജലവിഭവങ്ങളുടെ ഉപയോഗത്തിലും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളിലും നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത്. ചെനാബ് നദി സിന്ധു നദീതടത്തിലെ പ്രധാന നദികളിലൊന്നാണ്. ഹിമാലയൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ നദിക്ക് ഇന്ത്യയ്ക്കും പാകിസ്ഥാനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികൾ സാധാരണ വികസന പദ്ധതികൾ എന്നതിലുപരി ഇന്ത്യ പാകിസ്ഥാൻ ജലബന്ധങ്ങളുടെ പശ്ചാത്തലത്തിലും ഏറെ ശ്രദ്ധ നേടാറുണ്ട്. സലാൽ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ചെനാബ് നദിയുടെ ജലപ്രവാഹത്തെ പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ഏകദേശം 690 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയിലൂടെ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും വടക്കേ ഇന്ത്യയിലെ വൈദ്യുതി ശൃംഖലയ്ക്ക് പിന്തുണ നൽകുന്നതിലും പദ്ധതി പ്രാധാന്യമർഹിക്കുന്നു. സലാൽ ഡാമിന്റെ പ്രാധാന്യം വൈദ്യുതി ഉൽപ്പാദനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്ത്യയുടെ നദീജല അവകാശങ്ങളും ജലവിഭവ മാനേജ്മെന്റും ചർച്ചയാകുമ്പോഴെല്ലാം സലാൽ പദ്ധതിയും ശ്രദ്ധാകേന്ദ്രമാകുന്നുണ്ട്. പ്രത്യേകിച്ച് സിന്ധു ജല ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ചെനാബ് നദിയിലെ ഇന്ത്യൻ പദ്ധതികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. 1960 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു ജല ഉടമ്പടി പ്രകാരം സിന്ധു നദീതടത്തിലെ നദികളെ കിഴക്കൻ നദികളും പടിഞ്ഞാറൻ നദികളും എന്നിങ്ങനെ വിഭജിച്ചാണ് ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. റാവി, ബിയാസ്, സത്ലജ് എന്നീ കിഴക്കൻ നദികൾക്ക് ഇന്ത്യക്ക് കൂടുതൽ ഉപയോഗാവകാശവും ഇൻഡസ്, ജലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികൾക്ക് പാകിസ്ഥാന് പ്രധാന ജലപ്രവാഹവും അവകാശവുമാണ് ഉടമ്പടി നൽകിയത്. എന്നാൽ പടിഞ്ഞാറൻ നദികളിലും ഇന്ത്യക്ക് ചില നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിക്കാനും ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനും വ്യവസ്ഥകൾ അനുവദിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സലാൽ പദ്ധതിയുടെ രൂപകൽപ്പനയും പ്രവർത്തനവും ഏറെ പ്രധാനമാകുന്നത്. നദിയുടെ സ്വാഭാവിക ഒഴുക്ക് പൂർണ്ണമായി തടഞ്ഞുവെച്ച് ജലം വഴിതിരിച്ചുവിടുന്നതിന് പകരം ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ജലവൈദ്യുത ഉൽപ്പാദനത്തിനായി നദീജലം പ്രയോജനപ്പെടുത്തുകയാണ് ഇത്തരം പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യം. സലാൽ പദ്ധതിയെ ചുറ്റിപ്പറ്റി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലും വിവിധ ഘട്ടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെനാബ് നദിയിലെ ജലപ്രവാഹവും ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതികളും പാകിസ്ഥാൻ പലപ്പോഴും ആശങ്കയോടെ കാണുന്ന വിഷയങ്ങളാണ്. ഇന്ത്യയുടെ നിലപാട് സിന്ധു ജല ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അനുവദിക്കുന്ന പരിധിക്കുള്ളിലാണ് ഇത്തരം പദ്ധതികൾ പ്രവർത്തിക്കുന്നത് എന്നതാണ്. ജമ്മു കാശ്മീരിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും സലാൽ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന പർവ്വത നിരകളിലൂടെ ശക്തമായ ഒഴുക്കോടെ എത്തുന്ന നദീജലം വൈദ്യുതി ഉൽപ്പാദനത്തിന് വലിയ സാധ്യതയാണ് നൽകുന്നത്. ജലവൈദ്യുത പദ്ധതികൾക്ക് അനുയോജ്യമായ ഈ പ്രകൃതിദത്ത സാഹചര്യത്തെ വികസനത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഉദാഹരണമാണ് സലാൽ. അതേസമയം ഇത്തരത്തിലുള്ള വലിയ അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതികളും പരിസ്ഥിതി, നദീപ്രവാഹം, പ്രാദേശിക ജനജീവിതം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും ഇടയാക്കാറുണ്ട്. നദിയുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജലസംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതകൾ തുടങ്ങിയവയും വലിയ പദ്ധതികളുടെ കാര്യത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ സലാൽ പോലുള്ള ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സാണ് ജലവൈദ്യുത പദ്ധതി. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ദീർഘകാല ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ പങ്കുണ്ട്. സലാൽ ഡാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വീണ്ടും ശക്തമാക്കുമ്പോൾ അതിനെ ഒരു അണക്കെട്ട് എന്നൊരൊറ്റ നിർവചനത്തിൽ ഒതുക്കാനാകില്ല. ജമ്മു കാശ്മീരിന്റെ വികസനം, ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യങ്ങൾ, ചെനാബ് നദിയുടെ ജലവിഭവ ഉപയോഗം, സിന്ധു ജല ഉടമ്പടി, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ എന്നിവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു തന്ത്രപ്രധാന പദ്ധതിയാണ് സലാൽ. ചെനാബിന്റെ ശക്തമായ ഒഴുക്കിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന സലാൽ ഡാം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജലവിഭവ നയത്തിലും ഊർജ്ജ സുരക്ഷയിലും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യ വികസനത്തിലും ശ്രദ്ധേയമായ സ്ഥാനം നിലനിർത്തുന്നു. ജലവും ഊർജ്ജവും ദേശീയ സുരക്ഷയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന കാലത്ത് സലാൽ ഡാമിന്റെ പ്രാധാന്യവും അതിനനുസരിച്ച് ഉയരുകയാണ്. അതേസമയം
കഴിഞ്ഞ ജൂലൈയിൽ സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യ നിലപാടിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ വിശ്വസനീയമായ രീതിയിൽ ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാന ആവശ്യം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്നാണ് കരാർ മരവിപ്പിക്കുന്നതെന്നത് ഉൾപ്പെടെയുള്ള നയതന്ത്ര നടപടികൾ ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യ ജലത്തെ ഒരു തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കുകയാണെന്നാണ് പാക് ആരോപിച്ചത്. കരാർ പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട നിയമപരമായ ജലവിഹിതം തടയുന്നതിനായി ഭീകരവാദം എന്ന ആരോപണത്തെ ഇന്ത്യ ഒരു ഒഴിവുകഴിവായി ഉപയോഗിക്കുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അന്ദ്രാബി പറഞ്ഞിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു നിർത്തിയതിനെതിരെ പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത്. പ്രശ്നമുടൻ പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കി. പാകിസ്ഥാന്റെ ജലവിഹിതം തടയാൻ ശ്രമിക്കുന്നവരുടെ കൈകൾ വെട്ടിക്കളയുമെന്നായിരുന്നു പാകിസ്ഥാന്റെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക്കിന്റെ ഭീഷണി. ജലത്തെ ഒരു തർക്ക വിഷയമായി ഇന്ത്യ മാറ്റുകയാണെന്നും ആണവായുധങ്ങൾ കൈവശമുള്ള 2 അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതോടെ കൂടുതൽ വഷളാകുമെന്നും അന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇന്ത്യയുടെ ഈ നടപടി നിലനിൽക്കില്ലെന്നാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാർ വാദിച്ചത്. 1960 കരാർ പ്രകാരം ഒരു രാജ്യത്തിന്റെ മാത്രമായി കരാറിലെ വ്യവസ്ഥകൾ ഏകപക്ഷീയമായി റദ്ദാക്കാനോ മരവിപ്പിക്കാനോ കഴിയില്ലെന്നാണ് ഇഷാഖ് പറഞ്ഞിരിക്കുന്നത്. 1960 9 വർഷത്തെ നീണ്ട ചർച്ചകൾക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത്. കരാർ പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോടുള്ള പാകിസ്ഥാന്റെ സമീപനം മാറാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഉറച്ച നിലപാടിലാണ് നമ്മുടെ ഭാരതം. ഇനി നമുക്ക് സിന്ധു നദീജല കരാറിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ അന്താരാഷ്ട്ര കരാറുകളിലൊന്നാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ലോകബാങ്കിന്റെ ഇടപെടലോടെ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ വടക്കൻ മേഖലകളിലൂടെ ഒഴുകുന്ന സിന്ധു നദീതടത്തിലെ ജലവിഭവങ്ങൾ ഇരു രാജ്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ചുള്ള ദീർഘകാല ധാരണയായിരുന്നു ഈ കരാർ. 1947 ഇന്ത്യ വിഭജനത്തിനു പിന്നാലെ നദീജലത്തിന്റെ നിയന്ത്രണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ തർക്ക വിഷയമായി മാറിയിരുന്നു. പ്രത്യേകിച്ച് പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളുടെ ജലവിതരണം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കൃഷിയെയും ജനജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്നതായിരുന്നു. ജലത്തിന്റെ ഉറവിടങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തും അതിന്റെ താഴേക്കുള്ള ഒഴുക്ക് പാകിസ്ഥാനിലേക്കുമായിരുന്നു എന്ന ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യം പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി. ഈ തർക്കത്തിനാണ് ദീർഘകാല പരിഹാരം കണ്ടെത്തുന്നതിനാണ് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ ആരംഭിച്ചത്. വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 1960 സിന്ധു നദീജല കരാർ നിലവിൽ വന്നത്. കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സിന്ധു നദീജലത്തിലെ 6 പ്രധാന നദികളെ 2 വിഭാഗങ്ങളാക്കി വിഭജിച്ചതാണ്. റാവി, ബിയാസ്, സത്ലജ് എന്നീ 3 നദികളെ കിഴക്കൻ നദികളായും സിന്ധു, ജലം, ചെനാബ് എന്നീ 3 നദികളെ പടിഞ്ഞാറൻ നദികളായും കരാർ വിഭജിച്ചു. കിഴക്കൻ നദികളിലെ ജലത്തിന്റെ ഉപയോഗാവകാശം പ്രധാനമായും ഇന്ത്യക്കാണ് അനുവദിച്ചിരിക്കുന്നത്. അതേസമയം പടിഞ്ഞാറൻ നദികളിലെ ജലം പ്രധാനമായും പാകിസ്ഥാന്റെ ഉപയോഗത്തിനായി അനുവദിച്ചു. എന്നാൽ ഇതിന്റെ അർത്ഥം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിൽ യാതൊരു ഉപയോഗാവകാശവും ഇല്ല എന്നല്ല. കരാറിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ചില നിർദ്ദിഷ്ട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. പ്രധാനമായും ഗാർഹിക ഉപയോഗം, കാർഷിക ആവശ്യങ്ങൾ, പരിമിതമായ സംഭരണം, ജലവൈദ്യുത ഉൽപാദനം തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിൽ അവകാശങ്ങൾ ലഭിക്കുന്നത്. ഇതാണ് സലാൽ, ബഗ്ലിഹാർ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചുള്ള ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളുടെ പ്രധാന പശ്ചാത്തലം. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പടിഞ്ഞാറൻ നദികൾ പാകിസ്ഥാനായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് അവയുടെ ജലം പൂർണ്ണമായി തടയാനോ ഇഷ്ടാനുസരണം തിരിച്ചുവിടാനോ കഴിയില്ല എന്നതുപോലെ തന്നെ കരാർ ഇന്ത്യ ഈ നദികളിൽ യാതൊരു പദ്ധതി നടത്തുന്നതിൽ നിന്ന് പൂർണ്ണമായി വിലക്കുന്നില്ല. നദിയുടെ ഒഴുക്ക്, പദ്ധതിയുടെ രൂപകൽപ്പന, സംഭരണശേഷി, ജലവൈദ്യുത പദ്ധതിയുടെ സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിൽ കരാർ നിശ്ചയിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് വ്യവസ്ഥ. ഇന്ത്യ പടിഞ്ഞാറൻ നദികളിൽ നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതികളാണ് പലപ്പോഴും പാകിസ്ഥാന്റെ എതിർപ്പിന് കാരണമാകുന്നത്. ചെനാബ് നദിയിലെ സലാൽ ഡാം, ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി എന്നിവയെ ചുറ്റിപ്പറ്റി ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത്തരം പദ്ധതികൾ നദിയുടെ ജലപ്രവാഹത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർത്തുമ്പോൾ കരാറിലെ വ്യവസ്ഥകൾ പാലിച്ചാണ് പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. സിന്ധു നദീജല കരാറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് തർക്ക പരിഹാരത്തിനുള്ള സംവിധാനം. കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥിരം സിന്ധു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളിലെയും ഒരു കമ്മീഷണർ വീതമാണ് ഇതിൽ ഉണ്ടാകുന്നത്. ജലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും പദ്ധതികളെ
വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സാങ്കേതിക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും ഈ സംവിധാനത്തിന് പ്രധാന പങ്കുണ്ട്. വിഷയത്തിന്റെ സ്വഭാവം അനുസരിച്ച് നിഷ്പക്ഷ വിദഗ്ധൻ അല്ലെങ്കിൽ ന്യൂട്രൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ പോലുള്ള സംവിധാനങ്ങളിലേക്ക് വിഷയം പോകാനും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സിന്ധു നദീജല കരാർ ഒരു സാധാരണ രാഷ്ട്രീയ ധാരണ മാത്രമല്ല, വിശദമായ സ്ഥാപനപരവും നിയമപരവുമായ സംവിധാനമുള്ള അന്താരാഷ്ട്ര കരാറാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി യുദ്ധങ്ങളും ഗുരുതരമായ രാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടായിട്ടും സിന്ധു നദീജല കരാർ പതിറ്റാണ്ടുകളോളം നിലനിന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. യുദ്ധകാലത്ത് പോലും നദീജലവുമായി ബന്ധപ്പെട്ട സഹകരണം തുടർന്നുവെന്നത് കരാറിന്റെ പ്രത്യേകതയെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളാകുന്ന ഓരോ ഘട്ടത്തിലും ഈ കരാറും ചർച്ചയാകാറുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ, കശ്മീർ വിഷയത്തിലെ സംഘർഷങ്ങൾ, ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ബന്ധത്തിലെ തകർച്ച തുടങ്ങിയവ സിന്ധു നദീജല കരാറിനെയും ബാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ സംഘർഷാവസ്ഥ രൂപപ്പെട്ട സാഹചര്യത്തിൽ സിന്ധു നദീജല കരാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തമായി. ഇന്ത്യ കരാറിനെ സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി. പാകിസ്ഥാന്റെ കൃഷിയും കുടിവെള്ള ആവശ്യങ്ങളും വലിയ തോതിൽ സിന്ധു നദീതടത്തെ ആശ്രയിക്കുന്നതിനാൽ നദീജലവുമായി ബന്ധപ്പെട്ട് ഏതു മാറ്റവും അവിടെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിഷയം ജലവിഭവങ്ങളുടെ ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദേശീയ സുരക്ഷ, അതിർത്തി പ്രദേശങ്ങളുടെ വികസനം, ഊർജ്ജോൽപാദനം, ജലവിഭവ മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് സിന്ധു നദീതടം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ നദികളെ ഉപയോഗപ്പെടുത്തി കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വികസിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാനമാണ്. ചെനാബ്, ജലം തുടങ്ങിയ പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യക്ക് ലഭ്യമായ അവകാശങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം രാജ്യത്തിനകത്തും ശക്തമാണ്. എന്നാൽ ഓരോ പദ്ധതിയും കരാറിലെ സാങ്കേതിക വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. സിന്ധു നദീജല കരാറിന്റെ പ്രാധാന്യം ജലത്തിന്റെ അളവിൽ മാത്രം കാണാനാകില്ല. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ജലവിഭവ പങ്കിടലിന്റെ അടിസ്ഥാന ചട്ടക്കൂടാണ് ഇത്. കോടിക്കണക്കിന് ആളുകളുടെ കൃഷി, കുടിവെള്ളം, വൈദ്യുതി, ഉപജീവനം എന്നിവ പരോക്ഷമായോ നേരിട്ടോ സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിന്ധു നദീജല കരാറിനെ കുറിച്ചുള്ള ഏത് രാഷ്ട്രീയ തീരുമാനവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് ഇത് സ്വന്തം ജലവിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള വിഷയമാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ജലസുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കരാർ ഇന്നൊരു പുതിയ ഘട്ടത്തിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, വർദ്ധിച്ചു വരുന്ന ജലാവശ്യകത, ജമ്മു കാശ്മീരിലെ അടിസ്ഥാന സൗകര്യ വികസനം, പുതിയ ജലവൈദ്യുത പദ്ധതികൾ എന്നിവയെല്ലാം സിന്ധു നദീജല സംവിധാനത്തിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. ഒടുവിൽ സിന്ധു നദീജല കരാർ വെറും വെള്ളം പങ്കിടാനുള്ള കരാറല്ല, അത് ഇന്ത്യയുടെയും പാകിസ്ഥാനെയും സുരക്ഷ, കൃഷി, ഊർജ്ജം, സമ്പദ് വ്യവസ്ഥ, നയതന്ത്ര ബന്ധങ്ങൾ എന്നിവയെ ഒരേ സമയം സ്വാധീനിക്കുന്ന തന്ത്രപ്രധാന കരാറാണ്. ചെനാബിലെ സലാൽ ഡാമിൽ നിന്ന് ജമ്മു കാശ്മീരിലെ ഭാവി ജലവൈദ്യുത പദ്ധതികളിലേക്ക് നീളുന്ന ഓരോ ചർച്ചയ്ക്കും പിന്നിൽ ഈ കരാറിന്റെ വ്യവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഓരോ തവണയും പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ സിന്ധു നദീജല കരാറും വീണ്ടും ദേശീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള മുൻനിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ തുടരുന്നതിനാലാണ് ഈ കരാർ മരവിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. എന്തായാലും ഈ വെള്ളപ്പൊക്കത്തെ സ്വാഗതം ചെയ്യുക പാകിസ്ഥാൻ. സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഗേറ്റുകളും തുറന്നുവിട്ടതിനാൽ ചെനാബ് നദിയിലെ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കലിൽ ഒപ്പുവെച്ചതോടെ ജലപ്രവാഹം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പാകിസ്ഥാനല്ല, ഇന്ത്യയായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ ആളുകളിൽ എത്തുന്നതിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.